ബ്രോ, എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് എപ്പോഴും പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ ഫ്രൈ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഡോപ്പമിൻ ഫ്രീ ആയിട്ടുള്ള വീഡിയോ ലെങ്തിലി ഫോക്കസ് ചെയ്തിരുന്ന് കാണാൻ പറ്റത്തില്ല. സോ അത് നിങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, ആ ADHDയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫോക്കസ് ചെയ്ത് കാണണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയപ്പോൾ, റാറ്റിന്റെ ലൈഫിൽ സത്യത്തിൽ എത്രമാത്രം റാറ്റിന്റെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവും? എത്ര ഹാപ്പിനെസ് റാറ്റിന്റെ ലൈഫിൽ ഉണ്ടാവും? അവൻ രാവിലെ എണീക്കുന്നു, ഒരു 9 മണിയാകുമ്പോൾ രാവിലെ എണീക്കുന്നു, അപ്പം തന്നെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ കുറച്ചു നേരം ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് അമ്മ വിളിക്കും, മോനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഇത്ര നേരം എടുത്ത് പഠിച്ചില്ലയോ? അപ്പോഴത്തേക്ക് മോൻ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. മോൻ റൂമിൽ കഥടച്ചിരുന്ന് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ വിളിക്കുന്നു, പോയി ഫുഡ് അടിച്ച് പെരുക്കുന്നു, നല്ല വിശാലമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നല്ല അടിപൊളി ഒരു മധുരമിട്ട ചായ എല്ലാം കുടിക്കുന്നു. പിന്നെ മോൻ വന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് റാറ്റിനുള്ളത്. ബട്ട് ഈഗിളിനോ? നമ്മൾ ഈഗിളിന്റെ ലൈഫ് നോക്കി, അവന്റെ ലൈഫിൽ സന്തോഷമുണ്ടോ? അവന് സക്സസ് കിട്ടിയിട്ടുണ്ടോ? അവൻ ഇവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയാലും, അവനിപ്പം റാറ്റ് നിൽക്കുന്ന സിറ്റുവേഷൻ ഇവിടാണ്, ഈഗിൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഇവിടെ ആണെങ്കിലും ഈഗിളിനായിരിക്കും കൂടുതൽ ലൈഫിൽ സന്തോഷമുള്ളത്. ഈഗിളിനായിരിക്കും ലൈഫിൽ കൂടുതൽ സക്സസ് കിട്ടാൻ പോകുന്നത്. ഇത് നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യും. കാരണം എന്താണ്? അവൻ എപ്പോഴും അവൻ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും അവൻ ഗ്രേറ്റ്ഫുൾ ആണ്. അവൻ നിൽക്കുന്ന സിറ്റുവേഷൻ അവൻ സന്തോഷവാനാണ്. ബട്ട് അവൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ആ സിറ്റുവേഷനിൽ. രണ്ടും വ്യത്യാസമുണ്ട്. അവൻ ഇരിക്കുന്ന സിറ്റുവേഷനിൽ, ഈഗിൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഈഗിൾ സന്തോഷവാനാണ്. അവനുള്ള കാര്യങ്ങളിൽ അവൻ സന്തോഷവാനാണ്. അവൻ ആവശ്യമുള്ള കാര്യങ്ങളിലെല്ലാം, അവൻ്റെ വീടായാലും അമ്മയായാലും അച്ഛൻ എല്ലാത്തിലും അവൻ സന്തോഷവാനാണ്. ബട്ട് അവൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അതേസമയം നിങ്ങൾ റാറ്റിൻ്റെ ലൈഫിൽ നിന്ന് എടുത്തു നോക്കി, അവൻ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവൻ ഹാപ്പിയാണ്. അവൻ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവൻ സാറ്റിസ്ഫൈഡുമാണ്. അതാണ് ഇവർ തമ്മിൽ രണ്ടുപേരിലും ഉള്ള വ്യത്യാസം. പിന്നെ എങ്ങനെ റാറ്റിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, റാറ്റ് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവന് പല ആൾക്കാരുടെയും പേരെ കുറ്റം പറയാം. അവൻ്റെ അവരുടെ അമ്മയെ കുറ്റം എന്ന് പറയാം, അവരുടെ അച്ഛനെ കുറ്റം എന്ന് പറയാം. എൻ്റെ വീട്ടിൽ പൈസ ഇല്ല, ഇതാ ഞങ്ങളുടെ വീടിന് അങ്ങോട്ട് വഴിയില്ല, അതുകൊണ്ട് എനിക്ക് പൈസ ഇല്ലാത്ത, അങ്ങനെ ഒരു ആയിരം പൊട്ടത്തരങ്ങൾ റാറ്റിന് പറഞ്ഞ് ബലിപ്പിക്കാം അവൻ്റെ ഈ സിറ്റുവേഷന് കാരണം എന്താണ്. ബട്ട് ഇതുപോലും ഇല്ലാത്തവരുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് വേണം, ഒരു സക്സസ് വേണം, ഒരു ഇമ്പ്രൂവ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി ഒരു 2020 തൊട്ട് ഈ സിറ്റുവേഷൻ വെക്കുക. ഇന്ന് ഇപ്പം 2024, ഈ സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇത്രയും ഇയേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി എല്ലാവർക്കും ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആരും ഗ്രേറ്റ്ഫുൾ അല്ല. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരും സന്തോഷവാനല്ല. എന്തുകൊണ്ട് നിങ്ങളും ഞാനും റാറ്റും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സന്തോഷവാനല്ല? ആ ചോദ്യം നമ്മൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മണിക്കൂറോളം കയറിയിരുന്ന് ബാക്കിയുള്ളവരെ, അഭിനന്ദന്റെ വീട്ടിൽ കാർ മേടിച്ചു, അഭിനന്ദന്റെ വീട്ടിൽ ബൈക്ക് മേടിച്ചു, അഭിനന്ദന്റെ അമ്മയ്ക്ക് എന്തൊരു സ്വർണ്ണമൊക്കെ ഉള്ള, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വേറൊരാളുടെ വീട്ടിൽ എന്തോ നടക്കുന്നത്, വേറൊരാൾ എങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുന്നത്, വേറൊരാൾ എന്തോ ചെയ്യുന്നത്, വേറൊരാൾ ഏതാ വളയിടുന്നത്, വേറൊരാൾ, ഇങ്ങനെ എല്ലാം നമ്മൾ കണ്ട് ഇങ്ങനെ സെക്കൻഡ് വന്നോണ്ടിരിക്കില്ല, ഇങ്ങനെ സെക്കൻഡ് വന്നോണ്ടിരിക്കില്ല. അത് കണ്ട് നമ്മൾ അപ്പൊ ചെയ്യുന്ന എന്തോ, നമ്മൾ ഉടനെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മളെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അവിടെ വിഷമിച്ച് തന്നെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ ചോദിക്കുമോ, ഞാൻ അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ആയിരിക്കും. ഓക്കെ, എനിക്കറിയാം അത് അങ്ങനല്ല സംഭവിക്കുന്നത്. അതെന്താണ് സംഭവിക്കുന്നത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് പിൻ പോയിന്റ് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യു നീഡ് ടു ബി ഗ്രേറ്റ്ഫുൾ. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ കൂട്ടി ലൈവ് ഒക്കെ ചെയ്യുന്ന, ഡാൻസ് ഒക്കെ കളിക്കുന്ന ആ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പൊട്ടത്തരം പറഞ്ഞു തരത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ലൈഫിൽ ബെനിഫിറ്റ് കിട്ടിയ കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, യു നീഡ് ടു സ്റ്റാർട്ട് ജേർണലിംഗ്. എന്താണ് ജേർണലിംഗ്?
ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് ജേർണലിംഗ് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? ജേർണലിംഗും ഹാപ്പിനെസ്സും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ജേർണലിംഗും മോട്ടിവേഷനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഭാഗമാണ്, ഈ പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചെയ്യുവാണെങ്കിലും ഇത് അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ. ജേർണലിംഗ് എന്തുവാണ് ഇപ്പോൾ പറയുമ്പോൾ ആർക്കും മനസ്സിലാകത്തില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു പേപ്പർ എടുക്കുന്നു, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്നു. ആ എഴുതുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ്, അതെങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുകൊണ്ട് നമുക്ക് എന്തു പ്രയോജനം കിട്ടും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ലൈഫ് 100% ഇനി മുതൽ ചേഞ്ച് ആവും. ഐ ഗ്യാരണ്ടി ഇറ്റ് ആൻഡ് ഐ നോ ഇറ്റ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സരസ്വതി ചേച്ചിയുടെ വീട്ടിൽ TV മേടിച്ചു, സരസ്വതി ചേച്ചി ടൂറിന് പോയി, സരസ്വതി ചേച്ചി പ്ലെയിനിൽ പോയി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുവാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മുടെ ബ്രെയിനിന് ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. റിയലി പറയുകയാണെങ്കിൽ നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഷ്യസ് മൈൻഡാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ക്യാമറ കാണുന്നു, ഈ ലൈറ്റ് കാണുന്നു, ഈ ലാപ്ടോപ്പ് കാണുന്നു, എല്ലാം കോൺഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ അടിക്കുന്നു, എല്ലാം കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇങ്ങനെ അടിക്കാൻ എൻ്റെ ബ്രെയിനോട് പറയുന്നു, ഞാൻ ബ്രെയിൻ അടിക്കുന്നു. അത് കോൺഷ്യസ് മൈൻഡാണ്, അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് നമ്മുടെ ബാക്കിൽ. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാറൊക്കെ ഓടിക്കാൻ അറിയാവുന്നവരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് നേരെ തിരിച്ചു പോകുക. വീട്ടിലോട്ട് നേരെ തിരിച്ചു പോകുമ്പോൾ ഒരു പെങ്കൊച്ചവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കൊള്ളാടി നോക്കി അവളെ നോക്കിയിട്ട് ഇങ്ങനെ തിരിയുന്നു. അപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടും, ഇല്ലേ? ആ ബ്രേക്ക് ചവിട്ടിപ്പിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലോ? അല്ല നമ്മളിങ്ങനെ കണ്ടു, അവളെ കണ്ടിട്ട് തിരിഞ്ഞു, കുഞ്ഞിനെ കണ്ടു, പിന്നെ നമ്മൾ പെതുക്കെ നമ്മൾ തിങ്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുക അല്ല. ക്വിക്ക് ആക്ഷനായിരിക്കും, സെക്കൻഡിലായിരിക്കും നടക്കുന്നത്. അത് നടത്തിക്കുന്നത്, അത് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ സർവൈവൽ മെക്കാനിസമാണ് ഹ്യൂമൻ കൈൻഡിനുള്ളത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുമായിട്ട് എന്തോ ബന്ധമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ കയറി വല്ലവരും ഹാപ്പി ആയിട്ട് നടക്കുന്നതും വല്ലവരും സന്തോഷിച്ചിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളിത് കാണുന്നു. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് റിയൽ ആയിട്ടുള്ള ക്ലാരിറ്റി ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പാടാണ് എനിക്കുള്ളത്, ഇത്രയും വിഷമമാണ്, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, ഇങ്ങനൊരു ബേസ് ലൈൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ബേസ് ലൈനും ബാക്കിയുള്ളവർ ചെയ്യുന്ന അവരിങ്ങനെ പോകും. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും അവരൊക്കെ ഇടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വീട്ടിൽ അത്രയും സാഹചര്യമൊന്നും ഇല്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ പൈസ ഇല്ലാത്തവരായിപ്പോൾ എന്താ ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് വിഡ്ഢി ചോദ്യങ്ങളും ചിന്തകളും നമുക്ക് വരും. ഓക്കെ, ഇവരെ കൊണ്ടൊന്നും പ്രയോജനമില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. കുറേ കാര്യങ്ങൾ വെക്കുമ്പോൾ നമ്മളിത് കോൺഷ്യസ്ലി നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ മൈൻഡ് വെച്ച് നമ്മൾ തിങ്ക് ചെയ്താൽ, നമ്മൾ ഫ്രണ്ടിലത്തെ മൈൻഡ് വെച്ചല്ലേ ഇതിനെ തിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എനിക്കൊന്നുമില്ല, അങ്ങനെ നമ്മൾ ഇരുന്ന് തിങ്ക് ചെയ്യുമല്ലോ. ഓക്കെ, ഇത് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ കമ്പാരിസൺ നടക്കും. ഓക്കെ, അത് നിങ്ങളെ സാഡാക്കി തന്നെ നിർത്തും. അത് നിങ്ങളെ സാഡാക്കി തന്നെ നിർത്തിയാൽ നിങ്ങൾക്ക് 1% പോലും ലൈഫിൽ ഇംപ്രൂവ് ആവാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ ബേസിക് തിങ്. സോ അത് നമ്മൾ എങ്ങനെ മാറ്റണം? അത് നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ലൈഫിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, സന്തോഷവാനായിരിക്കണം, കടപ്പാടുണ്ടായിരിക്കണം ഈ ലൈഫിൽ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അത് എങ്ങനെ നമുക്ക് കിട്ടും? അത് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജേർണലിംഗ്. ഈ ഫോട്ടോ കാണുന്നതിനോട് ഞാൻ കുറേ നാളായിട്ട് ജേർണലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ലൈവ് യൂട്യൂബേഴ്സിൻ്റെ കൂട്ട് പൊട്ടത്തരം ഇരുന്ന് പറയുമല്ല. ഞാനിത് കാണിച്ചു തരാം, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ജേർണലിംഗ് ചെയ്തതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വട്ട് വരും, എൻ്റെ ഇംഗ്ലീഷ് മൊത്തം തെറ്റായിരിക്കും. സോ ഇത് ഞാൻ ചെയ്ത കാര്യമാണ്. ഡേറ്റ് ഒക്കെ എന്നാ അറിയാൻ മേല. ഇത് ഞാൻ ചെയ്ത കാര്യം, ഇതെല്ലാം മൊത്തം ഞാൻ ജേർണലിംഗ് എഴുതിയതാണ്. ഇതെൻ്റെ ഒരു ബുക്ക്. വേറെ ഉണ്ട്, ഇത് ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ലോ, അല്ലല്ലോ. ഇത്രയും ടൈം ഞാൻ കളയത്തില്ല അങ്ങനെ എഴുതി.
അതുകൊണ്ട് ഇതെല്ലാം ഇപ്പം ഞാൻ ചെയ്ത കാര്യമല്ല. ഞാൻ നേരത്തെ ജേർണലിംഗ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ടു ഡു ജേർണലിംഗ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ജേർണലിംഗ് ചെയ്യാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ രാവിലെ എണീക്കുന്നു, ഒരു ബുക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെക്കോർഡിൻ്റെ ബാക്ക് വശം എന്തെങ്കിലും ഒരു സംഭവം എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ മോൻ്റെ ആരുടെയെങ്കിലും ഒരു ബുക്കിൻ്റെ 2 ഷീറ്റ് പേപ്പർ മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബുക്ക് മേടിക്കുന്നു, ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുന്നു, ഒരു പേന എടുക്കുന്നു. നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ രാവിലെ എണീക്കുന്നു, ആദ്യം ചെയ്യുന്ന നിങ്ങൾ റൂമിൻ്റെ വെളിയിൽ പോകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതെടുക്കുന്നു, നിങ്ങൾ അടുത്തിരുന്നിട്ട് ജസ്റ്റ് 2 മിനിറ്റ് മതി, അധികം സമയമൊന്നും വേണ്ട. ഇരിക്കുന്നു, പേന എടുത്തിട്ട് I am grateful for my mother. I am grateful for my father. I am grateful for my house. I am grateful for my husband. I am grateful for my wife. I am grateful for my dog. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ രാവിലെ തന്നെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഹാപ്പിനെസ്, സന്തോഷം നിങ്ങൾക്ക് കിട്ടും. കാരണം എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ എണീച്ചിട്ട് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആകണം. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അവെയർ അല്ല. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, എനിക്കിതില്ല, ഈ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ കണ്ടിട്ട് അതില്ല, എനിക്ക് അത് കൊണ്ടുപോകാം, ഇത് കൊണ്ടുപോകാം, എനിക്ക് ഫോൺ കൊണ്ടുപോകാം, ലാപ്ടോപ്പ് കൊണ്ടുപോകാം, ഐഫോൺ കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള തിങ്കിങ് ആണ്. നമ്മുടെ ബ്രെയിൻ ഫ്രൈഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പമുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷം വേണം. ഓക്കെ, നിങ്ങളുടെ അച്ഛനും അമ്മയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം വേണം, നിങ്ങൾക്കുള്ള വീടിൻ്റെ കാര്യത്തിൽ ഒരു സന്തോഷം വേണം, എന്ത് കാര്യം വേണോ ഇല്ലാത്തില്ല. അങ്ങനെയുള്ള 5 കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഫസ്റ്റ് എഴുതിയിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. നിങ്ങൾ രാവിലെ എണീക്കുന്നു, പേന എടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എന്ത് വേണമെങ്കിലും എഴുതാം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലാപ്ടോപ്പ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ചെയർ, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫാൻ, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും, നമുക്കൊരു സന്തോഷം വരും. ഒരു 5 കാര്യങ്ങൾ എഴുതുക, നിങ്ങൾ അപ്പോഴേ അടച്ചു വെക്കുക, പോവുക. ഓക്കെ, നിങ്ങളിത് വേറെ ഞാൻ ഇങ്ങനെ എഴുതി എല്ലാവരും കാണിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് അടച്ചു വെക്കുക, നിങ്ങൾ മേശയുടെ അവിടെ വെക്കുക, എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടി വെക്കുക. ഓക്കെ, that will drastically change your life. രണ്ടാമത്തെ പാട്ടുകളുണ്ട് ജേർണലിംഗ്. രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു വീക്കിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, ഒരു മന്തിൽ എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്, ഒരു വർഷം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, അത് പ്ലാൻ ചെയ്യുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ടൊരു സംഭവമുണ്ട്, അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സീക്രട്ട് വെപ്പൺ. നിങ്ങളിപ്പം ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുമെന്ന് വെച്ചോ, നിങ്ങൾ ഡയറ്റ് എടുക്കാൻ ശ്രമിച്ചിട്ട് എപ്പോഴും ഫെയിലായി എടുക്കുന്നു, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കഴിക്കുന്നില്ല, ഭയങ്കരമായിട്ട് ഫുഡ് ക്രേവിങ് വരുന്നു, ഇങ്ങനെ വരുന്നു, എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരാളാണ് നിങ്ങൾ വെച്ചോ, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പ്രോബ്ലം എന്ന് എക്സാമ്പിളായിട്ട് വെച്ചോ. നിങ്ങൾ എടുത്തിട്ട് ഇതിനകത്ത് എഴുതുക, ഓക്കെ എനിക്ക് ഗ്രേറ്റ്ഫുൾ ആവണം, ഗ്രേറ്റ്ഫുൾനെസ്സിൻ്റെ കാര്യമല്ല എഴുതിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇനി മുതൽ എൻ്റെ ബോഡി ഫിറ്റ്നസ് നോക്കണം, ഞാൻ ഇത്രയും വെയിറ്റ് കുറയ്ക്കും. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ മലയാളത്തിൽ എഴുതാം, എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നിങ്ങൾ ഇന്നത്തെ കാര്യം, നിങ്ങൾ നീ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടി ഇന്നേ ഒരു റൂട്ട് മാപ്പ് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് നിങ്ങളെ നാളെ മറ്റേ കാര്യം ചെയ്യിപ്പിക്കാൻ ഭയങ്കരമായി ഫോഴ്സ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞു, ഞാൻ ഇത് ചെയ്യാൻ പോവുക, ഇതെനിക്കിത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് എഴുതി വെച്ച് കഴിഞ്ഞു. അപ്പം നിങ്ങൾ നാളെ എഴുതി ചെയ്തതിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഗിൽട്ട് തോന്നും. ഓക്കെ, അത് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. സത്യം പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞാനിപ്പം ജേർണലിംഗ് എഴുതുന്നില്ല. ഓക്കെ, എനിക്ക് നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് ഒരു ബെനിഫിറ്റും, ഞാനും ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. സോ ഞാനിപ്പോൾ ജേർണലിംഗ് എഴുതില്ല. എനിക്ക് ജേർണലിംഗ് എഴുതണം എന്നുണ്ട്, അത് നാളെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഞാൻ നിങ്ങളെ കാണിച്ചതിലോട്ട് ഞാൻ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന ജേർണലാണ്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി. ബട്ട് ഇനി എനിക്ക് എഴുതണം, എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, അതിൻ്റെ പവർ പിന്നെയും എടുത്ത് ഉപയോഗിക്കണം എന്ന് എനിക്കുണ്ട്. സോ ഇത്രമാത്രം ബേസിക് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ജേർണലിങ്ങിന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിനോട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എഴുതുക. ആദ്യം നിങ്ങളൊരു ഡേറ്റ് ഇടുക, വർഷം ഏതാണെന്ന് ഇടുക, മാസം
അതിടുക. ഓക്കെ, ഡേ 1 ഐ എം ഗ്രേറ്റ്ഫുൾ ആണ്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഈ കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്തത് ശരിയായില്ല. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്, ലാംഗ്വേജ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എഴുതുക. ചില ആമ്പിള്ളേർ അയ്യോ ഇതെന്ത് ഡയറി എഴുതിപ്പിക്കുവാന്ന്, ഡയറി ഒന്ന് എഴുതി, ഞാൻ ഇത് പെങ്കൊച്ചാണ് ഡയറി. ഇത് ഡയറി എഴുത്തല്ല. ഓക്കെ, നമ്മൾ ഡയറി എഴുതുക അല്ല, മണിക്കൂറോളം ഇരുന്ന് എഴുതുകയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് നമുക്ക് തീർക്കാൻ വേണ്ടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ഒരു രീതിയിലുമുള്ള ഒരു ഗ്രേറ്റ്ഫുൾനെസ് നമുക്കില്ല. നമുക്ക് ഉള്ള കാര്യങ്ങളിൽ സന്തോഷവാനല്ല ആരും. ഞാൻ നേരത്തെ റാറ്റിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ട്, അവൻ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഒരു വർക്കും അവൻ ചെയ്യുന്നില്ല, എന്നിട്ട് അവൻ്റെ സിറ്റുവേഷനിൽ പോലും സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, സിറ്റുവേഷനിൽ പോലും സാറ്റിസ്ഫൈഡ് അല്ല, അവൻ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം ഈഗിളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നോക്കും, അവൻ്റെ സിറ്റുവേഷനിൽ ഹാപ്പിനെസ് ഉണ്ട് അവന്, ബട്ട് അവൻ സാറ്റിസ്ഫൈഡ് അല്ല ഒട്ടും. റൈറ്റ്, അവന് ഹാപ്പിനെസ് ഉണ്ട്, ഇവിടെ ഹാപ്പിനെസ് പോലും ഇല്ല, സാറ്റിസ്ഫാക്ഷനും ഇല്ല, ഒന്നുമില്ല ഇവിടെ. ഓക്കെ, അങ്ങനത്തെ ഒരു ഡൈനാമിക് നമ്മൾ ഈ റാറ്റിൻ്റെ ഡൈനാമിക്കിൽ ഇരുന്നാൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോത്തേ ഉള്ളൂ. സോ അവിടുന്ന് ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ഹാവ് ടു ഡു ദിസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ആക്ഷനബിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ആക്ഷനബിൾ സ്റ്റെപ്പാണിത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം, എവിടെങ്കിലും ഓടിപ്പോവുക. എനിക്കറിയണ്ട നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്ന് എനിക്കറിയണ്ട, എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയണ്ട, ഏത് ആർഗ്യുമെന്റും റീസണോ നിങ്ങളുടെ ബ്രെയിൻ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് കേൾക്കണ്ട. ഡു ദ ജേർണലിംഗ് റൈറ്റ് നൗ. 3 കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന 3 കാര്യങ്ങൾ, ജസ്റ്റ് 3 കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഫോണിലെ വീഡിയോ ആണെങ്കിൽ, നിങ്ങൾ വർക്കിങ്ങിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഫോണിൽ കീപാഡ് എന്ന് പറഞ്ഞ സംഭവം, നോട്ട് കീപ്പ് ചെയ്യുന്നത്, അതിനകത്ത് ജസ്റ്റ് 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഡു ഇറ്റ്. സോ ഞാൻ ഇപ്പോൾ എഴുതാൻ പോവാണ്. ഐ ആം grateful for my dress. I am grateful for my വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ. 3, I am grateful for you guys. I'm a good person. Yeah. കഴിഞ്ഞു. ഓക്കെ, actionable stuff. So you will never walk alone because we are the Z group. This is not the end, this is the beginning. Love you brother. Happy to